നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിലുള്ള സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാനിഫെസ്റ്റിംഗ് ലവ്, മാനിഫെസ്റ്റിംഗ് ദ ഗോൾ, ഇതാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പാത തന്നെയാണ് ലക്ഷ്യം. സഹജമായിട്ടുള്ള മാർഗം, നാച്ചുറലായിട്ടുള്ള മാർഗം, നാച്ചുറലായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രകൃതിയിൽ വേറെ ജീവികൾക്കൊന്നും ഈ ഒരു പ്രശ്നമില്ല, അവർ നാച്ചുറലാണ്. മനുഷ്യനിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി കടന്നു വന്നിരിക്കുന്നു. എന്താണോ ഉള്ളിൽ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് അത് ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഒരു തടസ്സം, ഈ തടസ്സം സൃഷ്ടിക്കുന്ന ശക്തിയാണ് അല്ലെങ്കിൽ ഉപകരണത്തെയാണ് ഈഗോ എന്ന് പറയുന്നത്. ശരിക്കുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പാത്രത്തിൽ നിന്നും, ഉറവ് പറ്റാത്ത ആ സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് നൽകിക്കൊണ്ടിരിക്കാനുള്ള ഒരു ഉപകരണമാണ് യഥാർത്ഥത്തിൽ ഈ ഈഗോ. ഒരു മാധ്യമമായിട്ട് നിലനിൽക്കേണ്ടതാണ്. മാധ്യമം മാറിയിട്ട് പ്രവർത്തകനായി മാറി, ഒബ്സർവറായി, അതുപോലെ ജഡ്ജ് ചെയ്യുന്ന ആളായി, പ്രവർത്തിക്കുന്ന ആളായി തീരുമാനിക്കാൻ തുടങ്ങി. എവിടെ എത്ര സ്നേഹം കൊടുക്കണം എന്ന് തീരുമാനിക്കുക. ഇവിടെ എത്ര കൊടുത്താൽ മതി, ഈ ജോലിക്ക് ഇത്രേ ആവശ്യമുള്ളൂ, ഇവിടെ എത്ര കൊടുക്കാം, കുടുംബത്തിൽ എത്ര കൊടുക്കാം,
ജോലിക്ക് ഇത്ര കൊടുക്കാം, കുറച്ച് കുറച്ച് അളന്നു കൊടുക്കുക എന്ന് പറയും. അതുകൊണ്ട് തന്നെ അത് അക്ഷയപാത്രത്തിൽ നിന്നും വിട്ടുപോയിക്കാണ്, അക്ഷയമായിട്ടുള്ള ആ സ്രോതസ്സിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ആദ്യത്തെ പ്രശ്നം. യഥാർത്ഥത്തിൽ അക്ഷയപാത്രം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ക്ഷയിക്കാത്ത സ്നേഹത്തിന്റെ ആ ഭണ്ഡാരം, ട്രഷർ ഹൗസ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അവിടെ നിലകൊണ്ടുകൊണ്ട്, അവിടെ നിന്നുകൊണ്ട് തന്നെ മീഡിയമായിട്ട്, മാധ്യമമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശരിക്കും കർമ്മങ്ങൾ നമ്മൾ ശ്രമത്തോടുകൂടി അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർമ്മങ്ങളൊക്കെ ശ്രമങ്ങളായി മാറുകയാണ് എന്ന് ദാജി പറഞ്ഞിട്ടുണ്ട്. ശ്രമങ്ങൾ നമുക്കത് എഫേർട്സ് ആയിട്ട് മാറുകയാണ്. ഓരോ പണികളും നമുക്ക് ശ്രമമാണ്. രാവിലെ എണീക്കുന്നത് തൊട്ടിട്ട് ഓരോ പ്രവൃത്തികളും നമുക്ക് ശ്രമമാണ്. ഇത് ഇനി ആദ്യം ചെയ്യണമല്ലോ. കുടുംബം നോക്കുക എന്നുള്ളതൊരു ശ്രമം, നമ്മളതിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഈ തരത്തിലൊരു എഫേർട്ട് വരുമ്പോഴാണ് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നത്, ടയേർഡ് ആവുന്നത്. എഫേർട്ട്ലെസ് ആവണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു. അകർമ്മത്തിൽ നിലകൊള്ളുക, എഫേർട്ട്ലെസ്, അതാണ് സ്കിൽഫുൾ പെർഫോമൻസ് ഓഫ് ആക്ഷൻ. അപ്പൊ എഫേർട്ട്ലെസ് ആയിട്ട് ആ കോൺഡ്യൂട്ടായിട്ട് മീഡിയമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, മാനിഫെസ്റ്റ് ചെയ്യുന്ന മാധ്യമമായി മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളില് മാനിഫെസ്റ്റ് ചെയ്യാൻ തക്കോണം ആ പാത്രവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ പാത്രവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് സ്പിരിച്വാലിറ്റിന്റെ പ്രാധാന്യം, ആധ്യാത്മികത. മനസ്സ് ആ സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്യുക. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങനെ കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ ഒരു സൗന്ദര്യം ഉണ്ടാവുന്നുണ്ട്, പൂർണ്ണത വരുന്നുണ്ട്, സ്ട്രെസ് ഉണ്ടാവുന്നില്ല. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സ്കില്ല് മാത്രമല്ല, നമ്മുടെ ഉള്ള ഹ്യൂമൻ ഡയമെൻഷൻ അവിടെ പ്രവർത്തിക്കും. മാനുഷികമായിട്ടുള്ള ശക്തികൾ, കഴിവുകൾ അവിടെ പ്രകടമാവുന്നു. കൂടുതൽ നമ്മൾ ഡിവൈൻ ആയിട്ടുള്ള കഴിവുകൾ, നമ്മൾക്ക് തന്നെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നു. നമ്മളതിന് അത്ഭുതങ്ങൾ എന്ന് പറയുന്നു. ശരിക്കും അത്ഭുതങ്ങളല്ല, നമ്മൾ കൂടുതൽ ഉയർന്ന തലത്തിൽ നൽകുമ്പോൾ കൂടുതൽ പെർഫെക്റ്റ് ആവുന്നു. എല്ലാ ഡയമെൻഷൻസും ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു പ്രവൃത്തി നിർവഹിക്കാൻ പറ്റുന്ന ഒരാള് എങ്ങനെ ആയിരിക്കും? ദാജി ഒരു കഥ പറയാറുണ്ട്. ആശ്രമത്തിന്റെ അടുത്ത അനന്തരാവകാശി മാസ്റ്റർ അന്വേഷിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷന്റെ സ്പിരിച്വൽ സിസ്റ്റത്തിന്റെ അടുത്ത അനന്തരാവകാശിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ആശ്രമത്തിൽ നടക്കുകയാണ്. ഓരോരുത്തരും ഓരോ പ്രവൃത്തി ചെയ്യുന്നു. ചിലർക്കൊരു ഗാർഡനിങ് ചെയ്യുന്നു, ചിലർ അടിച്ചുവാരി തുടയ്ക്കുന്നു, ചില പുസ്തകങ്ങൾ വായിക്കുന്നു, പലതും ചെയ്യുന്നു. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ പഠിക്കുകയാണ്, ഞാൻ അധ്യയനം ചെയ്യാണ്, ഞാൻ ധ്യാനിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഒരു വ്യക്തി സന്തോഷത്തോടു കൂടിയിട്ട് മതില് പണിയാണ്, പാട്ടൊക്കെ പാടിയിട്ട് എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഈ ഗുരുനാഥൻ ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എൻ്റെ ഗുരുനാഥന് വേണ്ടിയിട്ട് ആശ്രമം നിർമ്മിക്കുകയാണ്, അദ്ദേഹത്തിന് മിഷന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ സന്തോഷത്തിന്റെ കാരണം. അപ്പൊ അനന്തരാവകാശി ആരാവെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒരു കല്ലെടുത്ത് വെക്കുമ്പോൾ ഈ കല്ല് ആ പ്രവൃത്തിയുടെ ഭാഗമാണ്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ അത് ഡിവൈൻ ആയിട്ടുള്ള ആ പ്രവൃത്തിയുടെ ഭാഗമാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഡിവൈൻ ആയിട്ടുള്ള ആ സ്നേഹത്തിന്റെ ഭാഗമാണ്. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ അത് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളോട് തന്നെ ഒരു സ്നേഹം കാണിക്കുക, കമ്പാഷൻ കാണിക്കുക. ഞാൻ എന്നെ സ്നേഹിക്കുന്ന എപ്പോഴാണ്? ഞാൻ ആ ദിവ്യ സ്രോതസ്സുമായി കണക്റ്റഡ് ആയിരിക്കുമ്പോൾ. ഇല്ലേ, ഞാൻ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. എൻ്റെ ശരീരത്തിനും മനസ്സിനും പീഡ അനുഭവിക്കേണ്ടി വരും, വേദന അനുഭവിക്കേണ്ടി വരും. കാരണം കിട്ടേണ്ടത് കിട്ടുന്നില്ല, മനസ്സിന് കിട്ടേണ്ടത് കിട്ടുന്നില്ല, ശരീരത്തിന് കിട്ടേണ്ടത് കിട്ടുന്നില്ല. ശരീരത്തിന് കൊടുക്കുന്നത് അളന്നിട്ടാണ്, ശരീരത്തിന് തന്നെ ശ്രദ്ധ കൊടുക്കുന്നില്ല. പിന്നെയാണ് മറ്റുള്ളവരുടെ കാര്യം. ഇത് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഓടാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ ദിവ്യ സ്രോതസ്സുമായി കണക്റ്റഡ് ആയിട്ട് നമ്മൾ നമ്മളോട് തന്നെ സെൽഫ് കമ്പാഷൻ കാണിക്കണം. സ്നേഹത്തിന്റെ മാനിഫെസ്റ്റേഷന്റെ ആദ്യ സ്റ്റെപ്പ് അതാണ്. അപ്പൊ നമ്മൾ മെഡിറ്റേഷനെയും ശുദ്ധീകരണത്തെയും ഈ ഒരു അർത്ഥത്തിൽ
മനസ്സിലാക്കുമ്പോൾ പ്രാക്ടിക്കലി എത്ര ഡിഫറൻസ് ഉണ്ടാകും എന്ന് ഇൻട്രോസ്പെക്ട് ചെയ്തു. നമുക്കൊക്കെ ആ സ്നേഹത്തിന്റെ സ്രോതസ്സിലേക്ക് നിരന്തരമായി അനന്തമായി കണക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ് എത്താനായിട്ട് നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യാം. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.